അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ മാധ്യസ്ഥത്തിന് നന്ദി പറയുന്നു. കരങ്ങൾ നീട്ടി ഈശോയ്ക്കും ഒരേ അമ്മ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ. എന്നോടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. കൃപാസനത്തിലൂടെ എപ്പോഴും നമുക്ക് ധ്യാനിക്കാൻ കിട്ടുന്ന വിഷയം എന്താണെന്നറിയാവോ? ഈശോ എന്നാ പറഞ്ഞത്? മനുഷ്യൻ സാപത്തിന് വേണ്ടിയല്ല, സാപത്ത് മനുഷ്യന് വേണ്ടിയാണ്. അത്രേ ഉള്ളൂ. അമ്മ അക്കാഡമിക് ആയിട്ടുള്ള വലിയൊരു പഠന സംവിധാനത്തിനും ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചിട്ട് അവിടെ റിസർച്ച് നടത്താൻ വേണ്ടി വേണ്ടി ദൈവം സൃഷ്ടിച്ചതല്ല. അന്നുള്ള മനുഷ്യൻ അനുദിനം അനുഭവിക്കുന്ന വിഷയങ്ങളുടെ മേൽ ആ മനുഷ്യൻ്റെ കണ്ണുനീരൊപ്പാൻ വേണ്ടി മനുഷ്യന് വേണ്ടിയുള്ള ആളാണ് അമ്മ. മനുഷ്യന് വേണ്ടിയുള്ള ആളാണ്. മറ്റത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല. എൻ്റെ തിയററ്റിക്കലായിട്ടുള്ള ശാസ്ത്രീയ ദൈവശാസ്ത്രങ്ങളൊന്നും തെറ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ പ്രിഫറൻസ് ചെയ്യണത് എന്താണ്? സാധാരണ മനുഷ്യൻ്റെ സാധാരണ അനുദിന സമ്മർദ്ദങ്ങളുടെ മേൽ അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന അധികാരത്തെ വിശ്വാസം കൊണ്ടും സുഹൃതം കൊണ്ടും ജ്ഞാനം കൊണ്ടും ആത്മസമയം കൊണ്ടും ക്ഷമ കൊണ്ടും സഹോദര സ്നേഹം കൊണ്ടും ക്രിസ്തീയതയിൽ വളർന്നുകൊണ്ട് ദൈവ പൈതലായി മാറുമ്പോൾ നമ്മൾ പറയാതെ പറയുന്ന ഒരു ഉത്തരമുണ്ട്. എന്താണ്? ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അതാണ് സംഭവം. മനുഷ്യന്മാർ നിൻ്റെ മേൽ വരുമെന്ന സർക്കാർ നിനക്ക് നിൻ്റെ ആങ്ങളെ നിങ്ങളുടെ മകനെ കൊണ്ടുപോകുന്ന ഒന്നുമല്ല ഉത്തരം. നിങ്ങൾ എല്ലാത്തിനും ഒരു ഉത്തരം കണ്ടുപിടിക്കുള്ള പ്രശ്നം വരണത്. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ എൻ്റെ മകൻ എങ്ങനെ രക്ഷപ്പെടും? അതിൻ്റെ ഉത്തരം എന്താണ്? എൻ്റെ ആങ്ങളെ പറഞ്ഞിട്ടുണ്ട് അവനെ കാനഡയിൽ കൊണ്ടുപോകാമെന്ന്. അതാണ് ആ ഉത്തരം. ആ ഉത്തരവാണെങ്കിൽ മിക്കവാറും പൊട്ടാൻ സാധ്യതയുണ്ട്. കാര്യം എന്താണ്? ആങ്ങളയെ നമ്മൾ മാന്താനും ചുറകാനും നടക്കേണ്ടി വരും. നാത്തുവിനെ സോപ്പിടേണ്ടി വരും. കാര്യം ആങ്ങളമാർ മിക്കവാറും നാത്തുമാരുടെ കസ്റ്റഡിയിലായിരിക്കും. കാര്യം അവർ വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ അവിടെ നിന്ന് തന്നെ റാഞ്ചി കളയും ഭർത്താവിനെ. കാര്യം പെങ്ങന്മാരെ അടുപ്പിക്കാതിരിക്കാൻ വേണ്ടി. ഇല്ലേ? എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയണില്ല. ഇനി നിങ്ങൾ എന്നെ കൈവെക്കരുത്. പക്ഷേ പ്രശ്നം അതാ. ഇതെങ്ങനെ സംഭവിക്കും? എൻ്റെ മകൻ എങ്ങനെ രക്ഷപ്പെടുമെന്ന് പറയുമ്പോൾ എൻ്റെ ആങ്ങളെ കാനഡയിൽ കൊണ്ടുപോകാമെന്ന് പറയുന്ന ഉത്തരം അല്ല. എന്താ ഉത്തരം? അത്യുന്നതൻ്റെ ശക്തി നിന്നെ പ്രവർത്തിക്കും. അത് അമ്മയാണ് ആ വാതിൽ തുറന്നു തന്നത്. എൻ്റെ കടങ്ങൾ എങ്ങനെ പരിഹരിക്കും? എൻ്റെ ക്യാൻസർ എങ്ങനെ സുഖപ്പെടും? അത്യുന്നതൻ്റെ ശക്തി നിന്നെ പ്രവർത്തിക്കും. കൈയടിച്ച് കിടത്താണ്. എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ, എന്തു നല്ലമ്മ, എന്നോടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതാണ് അച്ഛൻ പറഞ്ഞത്. അമ്മ ഒരു ജീവിത നിലപാടാണ്. അമ്മ ഒരു സുവിശേഷ സമീപനമാണ്. അമ്മ ഒരു ജീവിതത്തിലുള്ള കാഴ്ചപ്പാടാണ്. ജീവിത പ്രതിസന്ധികൾക്കെതിരെ ഒരു വിശ്വാസിയുടെ കാഴ്ചപ്പാടാണ് അമ്മ. എന്താ? ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കുമ്പോൾ പറയും, ദൈവം പറയും, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. നാട്ടുകാരോ പാർട്ടിക്കാരോ പള്ളിക്കാരോ സഹായിക്കണമല്ല. പിന്നെന്താണ്? നിന്നെ സഹായിക്കേണ്ടത് ആരാണ്? നിന്നെ നാളെ കണക്ക് പറഞ്ഞ് നിന്നെ സമ്മർദ്ദത്തിലാക്കാതെ നിന്നെ അൺകണ്ടീഷണലായിട്ട് ഒരു വ്യവസ്ഥയുമില്ലാതെ സഹായിക്കാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. അവൻ വ്യവസ്ഥയില്ലാതെ നമുക്ക് വേണ്ടി മരിച്ചവനാണ്. അവൻ്റെ വചനമാണ് പറയണത്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ലൂക്കാ 1:35. അത്യുന്നതൻ്റെ ശക്തി വാഗ്ദാന പേടകത്തിൻ്റെ മേൽ ആവസിക്കും. കൈ അടിച്ചു കിടത്താണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹത്തെ എല്ലാവരും ആഴമാർന്ന മഹാത്യാഗത്തെ ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ, പകരം എന്തോ നൽകും
ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. പകരം എന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. അമ്മയോട് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത അസാധ്യമായ ഒരു കാര്യം എങ്ങനെ സാധ്യമാക്കിയെടുക്കുമെന്നുള്ളതിൻ്റെ ഫോർമുല കൊടുത്തത് എന്താണ്? അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കുമെന്ന്. അപ്പോഴമ്മ എന്നാ പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി. ദൈവത്തിൻ്റെ പോംവഴി വന്നപ്പോൾ അമ്മ അഡ്ഹിയർ ചെയ്തു. അമ്മ എന്താ പറഞ്ഞത്? ലുക്ക 1:38, ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ, ഞാൻ വാഗ്ദാന പേടകമാകട്ടെ എന്ന് കൈ അടിച്ച് കർത്താവ്. ചിരിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഉടമ്പടി നിയോഗങ്ങളുടെ മേൽ വാഗ്ദാന പേടകമായ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥവും ശക്തി നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, 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 യേശുവേ. കരങ്ങൾ അടിച്ചുകൊണ്ട് സന്തോഷത്തോടെ പാടുകയാ, വിശ്വാസത്തോടെ പാടുകയാ, ദൈവ സ്നേഹത്തോടെ പാടുകയാ, നിറവോട് പാടുകയാ. യേശുവിന്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ, ഭൂലോകത്തിനമ്മ, ദൈവം തന്നോരമ്മ. യേശുവിന്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ, ഭൂലോകത്തിനമ്മ. അമ്മേ ആശ്രയമേ, അമ്മേ ശാശ്വതമേ, അമ്മേ ആശ്രയമേ, അമ്മേ ശാശ്വതമേ. മക്കളാം ഞങ്ങൾക്ക് ആനന്ദമേ, മക്കളാം ഞങ്ങൾക്ക് ആനന്ദമേ. ദൈവം തന്നോരമ്മ, യേശുവിന്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ, ദൈവത്തിനമ്മ. ദൈവം തന്നോരമ്മ, യേശുവിന്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ, ദൈവത്തിനമ്മ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞേ. കർത്താവിന്റെ ദാസി, ആ ഒരു വാക്കാണ്, വിശ്വാസ പ്രഖ്യാപനമാണ് വാഗ്ദാന പേടകമായി നമ്മളെ മാറ്റണത്. ഈ വാക്കാണ് നമ്മളെ വാഗ്ദാന പേടകമാക്കുന്നത്. ആ വാക്കാണ് വാഗ്ദാന പേടകത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തിയെ ആവശ്യിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തിയിലാണ് ഉടമ്പടി പ്രവർത്തിക്കുന്നത്. അതിൻ്റെ സൂത്രം, ജ്ഞാനസൂത്രം അതാ. ഇതാ കർത്താവിൻ്റെ ദാസി, അതൊരു നിലപാടാണ്, അതൊരു വിശ്വാസിയുടെ സമീപനമാണ്. ഇന്നലെ ഒരു ചേട്ടത്തി, ഇന്നലെയാവോ അവസാന ബുധനാഴ്ച, ഇന്നെന്താഴ്ച? ശനിയാഴ്ച. കഴിഞ്ഞ ബുധനാഴ്ച ഒരു ചേച്ചി ഒരു കൗൺസിലിങ്ങിന് വന്നു. അപ്പോൾ അവർ വന്ന സമയം മുതലും മുഴുവനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. അപ്പോൾ എൻ്റെ കുഞ്ഞിനെക്കുറിച്ച്, എൻ്റെ ഒരു പെമ്മകളുണ്ട്, എൻ്റെ പെമ്മകളെക്കുറിച്ച് എനിക്ക് ഭയങ്കര സങ്കടമാണ്, ഭയങ്കര വിഷമം. അവൾ ഉറങ്ങുമ്പോഴും ഈ അമ്മ പോയി നോക്കിക്കൊണ്ട് നിൽക്കും, കൊച്ചിന് വല്ലതും സംഭവിക്കാമെന്ന് ഓർത്തുകൊണ്ട്. ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞിട്ടേ ഇവർക്കത് ഭയങ്കര ആദിയായി മാറി. എന്നിട്ട് പിന്നെ ആരാ ഉള്ളത്? കൊച്ചാണ് ഉള്ളത്. ഇപ്പം ഇവരുടെ വിശ്വാസം, ഇപ്പം ഞാൻ നോക്കിയിട്ട് ഇവരുടെ വിശ്വാസം തന്നെ എന്തിനുള്ളതാണ്? ഈ കൊച്ചിനൊന്നും സംഭവിക്കാതിരിക്കാനാണ് ഇവർ വിശ്വസിക്കണത്. അവിടെ ആത്മരക്ഷയൊന്നുമില്ല, അവിടെ എങ്ങും നിത്യരക്ഷയൊന്നുമില്ല. കൊച്ചാണ് ദൈവം. കൊച്ചിനെയാണ് ഇവർ പേടിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് വിചാരിച്ചുകൊണ്ട് പേടിച്ചുകൊണ്ടിരിക്കുകയാണ്.
എപ്പോഴും നമ്മൾ വിഷയം എന്താ പറയുക, നമ്മളെ എന്തിനെ ഭയപ്പെടുന്നു അതായിരിക്കും നമ്മുടെ ദൈവം. പറഞ്ഞ മനസ്സിലായ? നിങ്ങൾ എന്തിനെയാണ് എന്താണ് നിങ്ങളെ ഭയപ്പെടുത്തുന്നത്? വ്യക്തികളായാലും ശരി, രോഗമായാലും ശരി, എന്താണ് നിങ്ങളെ ഭയപ്പെടുത്തുന്നത് അതായിരിക്കും നിങ്ങളുടെ ദൈവം. അതാണ് ഈശോ പറഞ്ഞത് ഒന്നിനെയും ഭയപ്പെടരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം. അതാണ് ഈശോ പറഞ്ഞത് ആരെ ഭയപ്പെടണമെന്ന് പറഞ്ഞത്. ലുക്ക 12:5 ചില്ലറ വചനമല്ലത്. ഇവർ ഈ കൊച്ചിനെ ഭയപ്പെടുന്നുണ്ട്, കൊച്ചിന് വല്ലതും സംഭവിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് രാത്രിയും പകലും ഈ ആദിയിൽ ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. നിങ്ങളെ ഒന്നിനെയും ഭയപ്പെടരുത്. ചില OIT ഇപ്പം ഇന്ന് കൊച്ചുമോളെ കണ്ട്, അപ്പോൾ അവളെന്നെ കയ്യെ കയറി പിടിച്ച് പറഞ്ഞ്, അച്ഛാ 1.5 ലക്ഷം രൂപയായി, 2 പ്രാവശ്യം OITക്ക് തോറ്റ്, ഞാനിപ്പോൾ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. 1.5 ലക്ഷം രൂപയായി, 2 പ്രാവശ്യം OITക്ക് തോറ്റപ്പോൾ ആ കാശ് മൊത്തം പോയി. 35 രൂപ വെച്ച് പോയി. അപ്പോൾ ഇനി ഒരു വെടിക്കുള്ള മരുന്ന് അവൾക്ക് ഉണ്ടാക്കി എടുക്കണം. പക്ഷേ ഇനി OITക്ക് ജയിക്കുക ഇല്ലെന്ന് ഞാൻ പറയണം. അപ്പോൾ ഇല്ലാത്ത കാശ് ഉണ്ടാക്കുകയാണ്. അച്ഛന് ഉറപ്പ് തരാതെ ഞാൻ കൊണ്ടുപോയി കൊടുക്കത്തില്ല. അപ്പോൾ നമ്മൾ എന്തിനാണ് ഞാൻ പറഞ്ഞത്? ദൈവത്തെ ഭയപ്പെടുമോളെ. നീ ഇപ്പോൾ OITനെ ഭയപ്പെടുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വിഗ്രഹമായി മാറും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്നാ പ്രശ്നം? ദൈവം സദാക് കർത്താവ് തിരുമനസ്സാണെങ്കിൽ ദാവീദ് തിരിച്ചു വരും, അല്ലെങ്കിലോ കർത്താവിൻ്റെ ഇഷ്ടം. ദാവീദ് പറഞ്ഞതാണ്, ഞാൻ ദാവീദിൻ്റെ കല്ലറയിൽ 1.5 മണിക്കൂർ നിന്നിട്ട് എൻ്റെ വണ്ടി വിട്ടുപോയിട്ട് ഞാൻ ഗതികേടായ മനുഷ്യനാണ്. ദാവീദിനെ കണ്ടപ്പോൾ ഞാൻ മതിമറന്നു പോയി. കല്ലറയിൽ പോയി ഇന്ന് പ്രാർത്ഥിക്കുക ഇസ്രയേലിൽ. അവിടെ നിന്ന് കൂടെ എല്ലായിടത്തൊക്കെ പോയി കളഞ്ഞറിഞ്ഞില്ല. ഞാനും വിജയകുമാർ ഉരുപ്പെട്ടു. ആ സമയത്തൊക്കെ എൻ്റെ മനസ്സിൽ വന്നതേ ദാവീദിൻ്റെ ആരാണ്? അബ്സലോം അപ്പനെതിരെ പാളയത്തിൽ പടയുണ്ടാക്കി പട്ടാളത്തെ പിടിച്ചെടുത്തു. ഈ ദാവീദിൻ്റെ ഉപനാരികളുമായിട്ട് അയാൾ മട്ടുപ്പാവിൽ വീഴ്ച നടത്തിയിട്ട് ഇസ്രായേൽക്കാരെ കാണിച്ചു, ഇതാണ് തന്തപ്പടിയുടെ ഭാര്യമാരെയാണ് ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നത്, പിന്നെ തന്തപ്പടി മീശയും വെച്ച് നടക്കുന്നത് എന്നാത്തിനാണെന്ന് ചോദിച്ചു. അപ്പോൾ ജനങ്ങൾ പറഞ്ഞ്, ഞങ്ങൾക്ക് ഇയാളെ രാജാവായിട്ട് വേണ്ടെന്ന് പറഞ്ഞു. ഇനി നീയാണ് ഞങ്ങളുടെ രാജാവ്. കാലം മാറുന്ന മാറ്റം കണ്ടില്ലേ? കട്ടമറിയുമ്പോൾ കാണുന്ന പുള്ളി. ദാവീദ് ഒരു തുണിയെടുത്ത് തലരിട്ടും മലമുകൾ വഴി ഓടിയപ്പോൾ ഖൂസായി പുറകെ ചെന്നിട്ട് പറഞ്ഞു, നാശപ്പെട്ടവനെ, നീ സാവൂളിൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്തതിൻ്റെ പേരിൽ ദൈവം നിന്നോട് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ക്ഷമ ചോദിച്ചു, ഈ ചത്ത പട്ടിയുടെ പെടലി ഞാൻ എടുക്കട്ടെ? അപ്പോൾ ദാവീദ് പറഞ്ഞു, ദാവീദിനെ ശപിക്കാൻ പറഞ്ഞാൽ നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ സദോക്ക് പറഞ്ഞു, പുരോഹിതൻ പറഞ്ഞു, ഞാൻ അങ്ങ് ഗതികേടിലായി വഴിയാധാരമായി ഒരു തെരുവ് നായെപ്പോലെ ഇങ്ങനെ കല്ലെറിഞ്ഞ് അങ്ങ് രാജ്യം വിട്ടു പോവുകയാണ്. ഞാൻ അങ്ങേ വിട്ടു പോകത്തില്ല, ഞാൻ അങ്ങയുടെ കൂടെ വരുമെന്ന് പറയുമ്പോൾ സദോക്ക് എന്ന് ദാവീദ് വിളിക്കും. കർത്താവ് തിരുമനസ്സാകണമെങ്കിൽ നീ എൻ്റെ കൂടെ നിൽക്കണ്ട, ഞാൻ പെരുവഴിയിലായി, നീയും പെരുവഴിയിലാകേണ്ട കാര്യമില്ല. കർത്താവ് തിരുമനസ്സാകണമെങ്കിൽ ദാവീദ് തിരിച്ചു വരും, ഇല്ലെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടം. അപ്പോഴും 1-ാം സ്ഥാനം ആർക്കാണ്? കർത്താവിന്. കൈ ഇടിച്ച് കിടന്നാണ് കൃപാസനം പ്രസാദമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി യേശുനാമത്തെ എന്നെ എൻ്റെ കുടുംബത്തെ ഉയർത്തേന് മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. ഞാൻ 2023 ഡിസംബർ 12-ാം തീയതിയാണ് ഉടമ്പടി എടുക്കാൻ ആദ്യമായി ഇവിടെ വരുന്നത്. ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം, എൻ്റെ മകൾ കാനഡയിലാണ് കുടുംബസമേതം താമസിക്കുന്നത്. അവൾ എൻഗ്ലീഷ് എക്സാം പാസ്സാകുന്നതിന് വേണ്ടിയാണ്. ഉടമ്പടി എടുത്തതിന് ശേഷം 2016 ജനുവരി 16-ാം തീയതിയാണ് എക്സാമിന് ഡേറ്റ് എടുക്കുകയും എക്സാം എഴുതി പാസ്സാകുകയും ചെയ്തു. എക്സാമിൻ്റെ കാര്യങ്ങൾ മകൾ പറയുന്നതായിരിക്കും. എൻ്റെ പേര് നിലീന, ഇതെൻ്റെ അമ്മ മിനി. ഞാനിപ്പം വരുന്നത് കാനഡയിൽ നിന്നാണ്. ഞങ്ങൾ ഫാമിലിയായിട്ട് സെറ്റിലായിരിക്കുന്നത് കാനഡയിലാണ്. ഞാനവിടെ ആദ്യമായി HCA ആയിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ NCLEX എക്സാമിനും അവിടുത്തെ നഴ്സിംഗ്
ലൈസൻസ് കിട്ടുവാൻ വേണ്ടിയുള്ള എക്സാം പാസ്സാകുവാനും അതിൻ്റെ പേപ്പർ വർക്കൊക്കെ നീക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ 2023 മാർച്ചിൽ ഞാൻ ആദ്യം എൻക്ലക്സ് എക്സാം എഴുതി. അതിൽ എനിക്ക് വിജയിക്കാൻ സാധിച്ചില്ല. അത് ഓൾഡ് ജനറേഷനിലുള്ള എൻക്ലക്സാണ് ഞാൻ എഴുതിയത്. അപ്പം എത്രയും പെട്ടെന്ന് അതാണ് കിട്ടുക എന്ന് ഓർത്തുകൊണ്ട് അത് എഴുതി. പക്ഷേ അത് കിട്ടുകയില്ല. പക്ഷേ എനിക്ക് എക്സാം കഴിഞ്ഞപ്പോൾ അത് കിട്ടുമായിരിക്കും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അത് കിട്ടിയില്ല. ഈ കൃപാസനത്തെക്കുറിച്ചുള്ള ആരംഭം ഇവിടെയല്ല തുടങ്ങുന്നത്. അത് 2020 ഞാൻ എൻ്റെ OET എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത് കോട്ടയത്തായിരുന്നു. അപ്പം ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം കോട്ടയത്ത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു സമയത്താണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ഞാനിവിടെ ഫെബ്രുവരി 2, 2020 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അന്ന് ഇതിനെക്കുറിച്ചോ കൃപാസനത്തെക്കുറിച്ചോ ഉടമ്പടിയെക്കുറിച്ചോ ഒത്തിരിയൊന്നും വലിയ ധാരണകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ അന്ന് ഉടമ്പടി എടുക്കുകയുണ്ടായി. എനിക്ക് വലിയ കഴിവോ കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്ക് എൻ്റെ മേലില്ലാത്തത് കൊണ്ട് തന്നെ OET രണ്ടാമത്തെ പ്രാവശ്യം എഴുതിയപ്പോഴും എൻ്റെ കഴിവ് കൊണ്ട് കിട്ടുകയില്ല എന്ന് എനിക്കറിയാം. പക്ഷേ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പം 3 Bയും 1 Cയും, അതുകൊണ്ട് ഒരു കാര്യമില്ലാത്ത രീതിയിൽ അന്ന് നിലനിന്നിരുന്നത്. പക്ഷേ കൊറോണയായി, പിന്നെ എക്സാം എഴുതാൻ പറ്റിയില്ല. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ടി വന്നില്ല. കല്യാണമായി, അങ്ങനെ കാനഡയിലെത്തി. അങ്ങനെയാണ് എനിക്ക് പിന്നീട് എൻക്ലക്സിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വന്നത്. ഈ രണ്ടാമത്തെ പ്രാവശ്യം എൻക്ലക്സ് എഴുതുന്നതിന് മുമ്പ് മമ്മിയുടെ വലിയ ആഗ്രഹമായിരുന്നു മമ്മിക്ക് ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുക, പ്രാർത്ഥിക്കുക എന്ന്. കാരണം ഞാൻ എൻ്റെ ആദ്യ ഉടമ്പടിയിൽ എനിക്ക് മുഴുവനായിട്ട് അത് പാലിക്കുവാനോ മുഴുവനായിട്ട് കൊണ്ടുപോകാനോ ഒന്നും സാധിച്ചില്ല. അത് പിന്നെ എനിക്കത് ഉടമ്പടി എടുക്കണമെന്നോ മുന്നോട്ട് കൊണ്ടുപോകണമെന്നോ ഒന്നും ആഗ്രഹമില്ലായിരുന്നു. പക്ഷേ എൻ്റെ മമ്മി എൻ്റെ ഉടമ്പടി പുസ്തകങ്ങളൊക്കെ വായിക്കുവാനും അതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ഒക്കെ അങ്ങ് താല്പര്യപ്പെട്ടു. ആദ്യത്തെ പ്രാവശ്യം എൻക്ലക്സ് കിട്ടാതെ വന്നപ്പം മമ്മിയുടെ ആഗ്രഹപ്രകാരം മമ്മി ഇവിടെ വന്ന് എക്സാം നിയോഗത്തിൽ വെച്ചു ഉടമ്പടി എടുത്തു. അതുവഴി മമ്മി ഡിസംബർ 12, 2024 വന്ന് 23 വന്ന് എടുക്കുന്നത്, ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം എനിക്ക് ഈ ഡിസംബർ 28 മുതൽ എനിക്ക് ഉടമ്പടിയൊന്നും ഞാൻ എടുത്തില്ല, പിന്നെ റിന്യൂവൽ എടുത്തില്ല. പക്ഷേ അന്ന് മുതൽ എനിക്ക് മമ്മിയുടെ കൂടെ പ്രാർത്ഥിക്കുവാനും ഉടമ്പടിയിൽ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യുവാനും കാരുണ്യപ്രവർത്തികൾ ചെയ്യുവാനും പ്രാർത്ഥിക്കുവാനും ബൈബിൾ വായിക്കാനും എല്ലാം ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആയിരുന്നു. അപ്പം മാതാവ് എന്നെ പ്രത്യേകമായി തിരഞ്ഞെടുക്കുന്നു എന്നുള്ളൊരു ബോധ്യം അവിടുന്ന് കിട്ടാൻ തുടങ്ങി. കാരണം ആദ്യത്തെ പ്രാവശ്യം പഠിച്ചു, രണ്ടാമത്തെ പ്രാവശ്യം പഠിക്കാൻ വേണ്ടി വന്നപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എനിക്ക് പഠിച്ചിട്ടൊന്നും കയറുന്നില്ല, കിട്ടുകയില്ലായിരിക്കും എന്നൊരു പ്രതീക്ഷയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയൊക്കെ ആയിരുന്നു. പക്ഷേ എന്നാൽ മമ്മി ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ജാനുവരി 16, 2024 എഴുതിയ എൻ്റെ എക്സാം എനിക്ക് വിജയിക്കാൻ സാധിച്ചു. ആ ഒരാഴ്ച എക്സാം പോകുന്നതിന് മുമ്പ് ഒരാഴ്ച ഏറ്റവും സ്ട്രഗിൾ നിറഞ്ഞ ഒരു ആഴ്ചയായിരുന്നു. കാരണം എൻ്റെ കൊച്ചിന് വയ്യാണ്ടായി, അതുപോലെ തന്നെ മമ്മിക്ക് വയ്യാണ്ടായി. എനിക്ക് തന്നെ എക്സാം എഴുതാൻ പറ്റത്തില്ല, മമ്മിയെ കൂട്ടുവേണം, കാരണം കൊച്ചിനെ ഹാൻഡിൽ ചെയ്യാൻ വേണം. ആ ഒരു സമയത്ത് പോകണ്ട എന്ന് തീരുമാനിച്ച ഒരു സമയം വരെ ഉണ്ടായിരുന്നു. എന്നാൽ മാതാവിൻ്റെ പ്രത്യേക ഇടപെടലും ഉപ്പിൻ്റെയും നേർച്ച വസ്തുക്കളുടെയും കാശിരൂപത്തിൻ്റെയൊക്കെ ബലത്തിൽ എക്സാം പോയി എഴുതി. മമ്മി എന്നെ ഉടമ്പടി തൈലം വരച്ച് ഉപ്പിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഒരു അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലം പരിശുദ്ധ അമ്മയും ഈശോയും ഏറ്റെടുത്തു എന്ന് എനിക്കതിലൂടെ ഒത്തിരി മനസ്സിലാക്കി തരാൻ ഇടയായി. അതിനുശേഷം എനിക്കെന്തായാലും മാതാവ് എന്നിൽ ഇടപെടുന്നുണ്ട്, എന്നെ വിട്ടുകളഞ്ഞിട്ടില്ല എന്ന് മനസ്സിലായി. ഞാൻ ആ എക്സാം പാസ്സായി കഴിഞ്ഞപ്പം എനിക്ക് 5 കെട്ട് പത്രവും ഞാൻ 100 കൊന്തയാണ് ഞാൻ എല്ലാവർക്കും എൻ്റെ ഈ വിജയം പറഞ്ഞുകൊണ്ട് കൊടുത്തത്. പക്ഷേ അന്ന് ആ ഒരു സമയത്തും ഞാൻ എൻ്റെ ഉടമ്പടി ഞാൻ പുതുക്കിയിട്ടില്ല. പിന്നെയും ഞാൻ പ്രാർത്ഥനകൾ തുടങ്ങി. പിന്നെ ഞാൻ എൻ്റെ ഫെബ്രുവരി 21, 2024 ഞാൻ ആദ്യമായി ഉടമ്പടി പുതുക്കി.
ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് എൻ്റെ നിയോഗവും അതുപോലെ തന്നെ മമ്മിയുടെ നിയോഗത്തിലും ഉണ്ടായിരുന്നു ഒരു ജോലി കിട്ടുക എന്ന്. ആദ്യം ഞാൻ പിന്നെ മറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് ഞാൻ കാനഡയിലെത്തുന്നു. അത് ജൂണിലെത്തി. എനിക്ക് ഓഗസ്റ്റിൽ തന്നെ ആ ഒരു സമയത്ത് ജോലി കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. എന്നാലും മാതാവിൻ്റെ വലിയ സഹായത്താൽ എനിക്ക് 2 കാഷ്വൽ ജോബുകൾ ആദ്യം ഓഗസ്റ്റ് 9-നും പിന്നെ അടുത്തത് നവംബർ 4-നും കിട്ടി. ഈ നവംബർ 4-ന് കിട്ടിയതെന്ന് പറയുന്നത് ഗവൺമെൻറ്റിലേക്കുള്ള ഒരു റൂറൽ ഹോസ്പിറ്റലിലേക്കുള്ള ഒരു പ്രവേശനമായിരുന്നു. നമ്മൾ ഇൻറ്റേർണൽ സ്റ്റാഫായി മാത്രമേ അടുത്ത ഒരു ഇതിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ തുടർന്നുകൊണ്ടിരുന്നു അപ്ലൈ ചെയ്യാൻ. ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തുകൊണ്ടേയിരുന്നു. ചെയ്യുമ്പോഴെല്ലാം ഒന്നെങ്കിൽ എൻ്റെ ലാപ്ടോപ്പിൽ തൈലം പൂശി ഉപ്പിട്ട് കാശുരൂപം മുറുക്ക പിടിച്ച് തന്നെയാണ് ഞാൻ എല്ലാം അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഒരിടത്തുനിന്നും ഒരു കോളും വന്നില്ല. പക്ഷേ എല്ലാം എനിക്ക് മെയിൽ വരും, ഓക്കെ നിങ്ങൾക്ക് പകരം വേറൊരു കാൻഡിഡേറ്റിനെ എടുത്തു എന്ന്. കുഴപ്പമില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം, മാതാവ് പ്രവർത്തിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ എനിക്ക് അവസാനമായി ഒരു ഇൻ്റർവ്യൂ കോള് വന്നു. അത് ഫെബ്രുവരി 21, 2025 എനിക്കൊരു ഇൻ്റർവ്യൂ കോള് അന്ന് പോസ്റ്റ് ചെയ്തു, ഇൻ്റർവ്യൂ എടുത്തു. പക്ഷേ അന്ന് എനിക്ക് പപ്പായ്ക്ക് വയ്യാത്തത് കൊണ്ട് പെട്ടെന്ന് നാട്ടിലേക്ക് വരണം, എന്താകുമെന്നൊരു ഒരവസ്ഥ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പം ഞാൻ ഓർത്തൊന്ന് ചെയ്യണോ വേണ്ടോ, എന്തായാലും മാതാവ് തന്നതാണ്, ഇൻ്റർവ്യൂ കോൾ തന്നതാണെന്ന ഉറച്ച വിശ്വാസത്തിൽ ഞാൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അത് വെറുതെ പോയി അറ്റൻഡ് ചെയ്യുകയല്ല ചെയ്തത്. കാരണം എനിക്ക് യാതൊരു മെറിറ്റും ഇല്ല. കാരണം എനിക്ക് അഡൾട്ടിനെ നോക്കി വലിയ പരിചയവും ഇല്ല, എനിക്ക് എക്സ്പീരിയൻസും ഇല്ല. അപ്പം ഞാൻ നേരെ എൻ്റെ കാശുരൂപമുണ്ട്, പിന്നെ എൻ്റെ കയ്യിൽ തൈലമുണ്ട്, ഉപ്പുണ്ട്. ഇതെല്ലാം ആയിട്ടാണ് ഞാൻ എൻ്റെ ഇൻ്റർവ്യൂവിന് പോകുന്നത്. അത്രയധികം പ്രിപ്പറേഷനൊന്നുമില്ല. കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. എൻ്റെ മാനേജർ വന്നു. മാനേജർ വന്നപ്പം എൻ്റെ കയ്യിൽ കാശുരൂപം ഇരിക്കുകയാണ്. പുള്ളിക്കാരി എനിക്ക് ഷെയ്ക്കാൻഡ് തന്നു. ഞാൻ അപ്പം ഈ കാശുരൂപം മുറുക്കെ പിടിച്ചുകൊണ്ടാണ്, എനിക്ക് ഫുൾ കൈ ഓപ്പൺ ആക്കാൻ പറ്റിയില്ല. എന്നാലും എൻ്റെ ആ കാശുരൂപം ഇരുന്ന കയ്യിലാണ് പുള്ളിക്കാരി പിടിച്ചത്. അതിന് ശേഷം ഞാൻ ഇൻ്റർവ്യൂ എടുത്തു. അതേ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിനും ആ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞപ്പം ഡിസ്കസ് ചെയ്തപ്പം ഞാൻ ഒത്തിരി പറയാൻ വിട്ടുപോയി എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ കിട്ടത്തില്ല. അപ്പോൾ ആ ജോലിക്ക് ക്യാഷ്വലായിട്ടും സ്ഥിരം ജോലി 2 പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും മാതാവിൻ്റെ അനുഗ്രഹം എന്താണോ അല്ലെങ്കിൽ ആഗ്രഹം എന്താണോ അത് നടക്കട്ടെ എന്ന് വിചാരിച്ചു. അതിനുശേഷം മാർച്ച് 7-ന് ഞാൻ നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചു. വരുന്നതിന് അവിടുന്ന് മാർച്ച് 4-ാം തീയതി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പം അതിന് തൊട്ട് മുമ്പ് ഞാൻ മാനേജറിനെ വിളിച്ചു ചോദിച്ചു എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ. കാരണം അപ്ഡേറ്റ് അറിയാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫോർവേഡ് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ വേണ്ടല്ലോ, വിട്ട് കളയണമല്ലോ. ഇതിലേതെങ്കിലും ഒരു തീരുമാനം വേണമല്ലോ എന്നോർത്ത് ഞാൻ വിളിച്ചിട്ടൊന്നും കിട്ടിയില്ല. അവസാനം മാനേജർ എന്നെ തിരിച്ചു വിളിച്ചു. ഞാൻ പറഞ്ഞു എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പം മാനേജർ പറഞ്ഞു നീ സെലക്റ്റഡ് ആണ്. അപ്പം ഞാൻ ഓർത്തൊന്നെങ്കിൽ ക്യാഷ്വലായിട്ടായിരിക്കും. കാരണം അത് കഴിഞ്ഞ് ഞാൻ ഫെബ്രുവരി 21-ന് അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ പിന്നെയും എനിക്ക് റിസൾട്ട് കിട്ടുന്നത് മാനേജർ എന്നെ വിളിച്ചിട്ടില്ല. കിട്ടുന്നത് എനിക്ക് തന്നെ മാർച്ച് 4-ാം തീയതിയാണ്. അപ്പം ഞാൻ ഓർത്തു ഇത്രയും കാൻഡിഡേറ്റ് ഉള്ളത് കൊണ്ടല്ലേ, കാരണം ഓൾറെഡി ഇൻ്റർവ്യൂ നടക്കുന്നതേ ഉള്ളൂ, ടൈം എടുക്കുമെന്ന് പറഞ്ഞു പോവുകയും ചെയ്തു. അപ്പോൾ ഇത്രയും കാൻഡിഡേറ്റ് ഉള്ളപ്പം ഓക്കെ സെലക്റ്റഡ് ആണെന്ന് പറയുമ്പോൾ ക്യാഷ്വലായിരിക്കും. പക്ഷേ പ്രതീക്ഷിക്കാത്തയാണ് മാനേജർ എന്നോട് പറഞ്ഞത് എന്നെ സെലക്ട് ആക്കുന്നത് റെഗുലർ പാർട്ട് ടൈം ആയിട്ടുള്ള ജോലിയിലേക്കാണെന്ന്. അപ്പം ഞാൻ മാനേജറിനോട് പറഞ്ഞു ഞാൻ നാട്ടിൽ പോവുകയാണ്, പപ്പായ്ക്ക് വയ്യ, സുഖമില്ല, അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു പുള്ളിക്കാരി പറയുമായിരിക്കും എന്നാൽ നീ എന്നാൽ ക്യാഷ്വലായിട്ട് എടുത്തോ എന്നായിരിക്കും പറയുക എന്ന് ഓർത്തു. പക്ഷേ മാതാവ് അവിടെയും എനിക്കൊരു ഗിഫ്റ്റ് തന്നു. എന്തെന്നാൽ മാതാവ് എന്നോട് സംസാരിക്കുന്നത് പോലെ ആ മാനേജർ എന്നോട് പറഞ്ഞു സാരമില്ല, നിനക്ക് ഞാൻ നീട്ടിത്തരാം. ഓഫർ ലെറ്റർ പോലും എനിക്ക്
ഏപ്രിൽ 21 തൊട്ട് എനിക്ക് അന്ന് വൈകിട്ട് തന്നെ ഞാൻ എയർപോർട്ടിലേക്ക് പോകുന്ന ആ വഴിക്ക് തന്നെ എനിക്ക് മാനേജർ അയച്ചു തന്നു. ഞാൻ കാറിലിരുന്നാണ് ഞാൻ എൻ്റെ ഓഫർ ലെറ്റർ സൈൻ ചെയ്യുന്നത് ഓൺലൈനായിട്ട്. അപ്പം എനിക്ക് അന്ന് കിട്ടിയ ആ ദൈവാനുഗ്രഹം എൻ്റെ ഈശോയും മാതാവും കൂടെ എനിക്ക് തന്നതാണെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇല്ലെങ്കിൽ എനിക്ക് അന്ന് ആ ജോലി കിട്ടേണ്ടതല്ല. കാരണം ഇത്രയും കാൻഡിഡേറ്റ് ഇഷ്ടംപോലെ ഇൻ്റർനാഷണൽ RNs ഉണ്ട്, അല്ലാതെ തന്നെ RNs അവൈലബിൾ ആയിട്ടുള്ളപ്പോൾ എനിക്ക് വേണ്ടി എൻ്റെ സാഹചര്യത്തെ, എൻ്റെ കുടുംബ സാഹചര്യത്തെ മനസ്സിലാക്കണമെന്ന് ഒന്നുമില്ല. പക്ഷേ എനിക്ക് നീട്ടിക്കിട്ടി. അതുകൊണ്ട് തന്നെ ഒന്ന് നീട്ടി പിന്നെയും ഞാൻ പറഞ്ഞ ഡേറ്റ് അനുസരിച്ച് മെയ് 15 തൊട്ട് എന്നോട് പറഞ്ഞു ഓറിയൻറ്റേഷന് കയറിക്കോളാൻ. ഇത്രയും വലിയ അനുഗ്രഹം തന്ന എൻ്റെ ഈശോപ്പായ്ക്കും പരിശുദ്ധ കന്യാമറിയത്തിനും ഈ കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ വേദിയിൽ നിന്ന് എൻ്റെ സാക്ഷ്യം പറയുവാൻ എനിക്ക് കിട്ടിയ അനുഗ്രഹത്തെ ഓർത്ത് കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ ഉടമ്പടി വഴി എനിക്ക് ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കാൻ ഇടയായിട്ടുണ്ട്. കാരണം ആത്മീയ ജീവിതത്തിൽ കൂടുതൽ വിശുദ്ധ ബലിയിൽ പങ്കുചേരുവാനും അതിനോടൊരു ദാഹം തോന്നുവാനും, എനിക്കെന്തോ കൂടാൻ പറ്റിയില്ലെങ്കിൽ എനിക്കെന്തോ ഒന്ന് നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തീർച്ചയായും പറയാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്തു. അതുപോലെ തന്നെ ബൈബിൾ വായിക്കുവാനും കൂടുതൽ ഈശോയെക്കുറിച്ച് അറിയുവാനും ഈ ഒരു സമയത്തിലൂടെ ഞാൻ കടന്നുപോയി. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ കൂടുതൽ ചെയ്യുവാനും എൻ്റെ ശുശ്രൂഷകൾ വഴി ഞാൻ മറ്റുള്ള രോഗികളെ ശുശ്രൂഷിക്കുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലുവാനും പ്രാർത്ഥിച്ചുകൊണ്ട് ഗുളികകൾ കൊടുക്കുവാനും ഒക്കെ എന്നെക്കൊണ്ട് മാതാവ് സജ്ജമാക്കി. അതുപോലെ തന്നെ ഞാനും മമ്മിയും നാട്ടിലായിരുന്നപ്പോൾ വൃദ്ധസദനത്തിൽ ഒന്നിച്ചു പോവുകയും അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ ആ ഒരു അവസരത്തിൽ എനിക്ക് കൂടുതൽ ശുശ്രൂഷ ചെയ്യണം, നാട്ടിൽ ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നിയിരുന്നു. ആ ഒരു സമയത്ത് മാതാവ് എൻ്റെ ഒരു ആഗ്രഹത്തെ പരിഗണിച്ചു എന്നെനിക്ക് മനസ്സിലാക്കിയത്. കാരണം ഓരോ വർഷവുമാണ് കാനഡയിൽ RN ലൈസൻസ് പുതുക്കേണ്ടത്. അപ്പം പുതുക്കുമ്പം 300 hours മിനിമം വേണമെന്നൊരു റൂള് പ്രഖ്യാപിച്ചു. ആ ഒരു റൂള് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പം എനിക്ക് ഒരു ലോങ് ടൈം കയറി ഒരു സർട്ടിഫിക്കറ്റ് എടുക്കണമെന്നൊരു ഇത് വന്നു. അപ്പം എനിക്ക് കൂടുതൽ ഒരു മാതാവ് പറയുന്നതായിട്ട് തോന്നി. കാരണം വേറെ എവിടെ പോയാലും നമുക്ക് കൂടുതൽ ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് വൃദ്ധസദനങ്ങൾ. അപ്പം ഞാൻ എൻ്റെ തൊട്ടടുത്തുള്ള ഞാൻ എന്നും അല്ലെങ്കിൽ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്ന ആ വൃദ്ധസദനത്തിൽ പോവുകയും 1 മാസത്തോളം അവർക്ക് ശുശ്രൂഷ ചെയ്യുവാനും ആ ഒരു വഴി എനിക്ക് മാതാവും ഈശോയും ഒരു സാഹചര്യം ഒരുക്കി തന്നു. കുഞ്ഞതും വലുതും ആയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നേർച്ച വസ്തുക്കളിലൂടെയും കാശ് രൂപത്തിലൂടെയും എല്ലാം എനിക്കായി എൻ്റെ കുടുംബത്തിനായി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോട് നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഇവിടെ സമർപ്പിക്കുന്നു.